ഉണ്ടായിരുന്നോ? ഓ, ഇങ്ങേർക്ക് ഇതുവരെ നേരം വെളുത്തില്ലേ? എഴുന്നേക്കാതെ ഇരിക്കുന്നതാ നല്ലത്. എഴുന്നേറ്റാൽ അപ്പ പോവും കൂട്ടുകൂടാനും കള്ളു കുടിക്കാനും. ഈ നശിച്ച കള്ളുകൂടി എന്ന് നിർത്തുന്നോ അന്ന് ഇങ്ങനെ രക്ഷപ്പെടും. പേടിക്കണ്ട, ബിവറേജ് തുറക്കാറൊന്നും ആയിട്ടില്ല. ഓ ഭഗവാനെ, ഈ രാവിലെ തന്നെ എങ്ങനെയാടി ഇതുപോലുള്ള തമാശയൊക്കെ പറയുന്നു? സത്യം പറ, സമയത്രായി? നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടേണ്ട സമയമായി. അതിന് ഞാൻ എന്ത് ചെയ്തു? ഓ, അത് മറന്നോ? ഇതാ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. കള്ളു കുടിച്ച് വന്നാ പിന്നെ ചെയ്തതൊന്നും ഓർമ്മയുണ്ടാവില്ല. അത് പിന്നെ ഇന്നലെ അലക്സ് ഗൾഫിന് പോകുന്നതിന്റെ ചെലവായിരുന്നേ, അതാ. ചെലവ് ആര് ചെയ്താലും കരള് പോകുന്ന നിങ്ങളുടെ അല്ലേ മനുഷ്യ? ഇല്ലടി, നിർത്തി, ഇന്നു പോലില്ല. ദേ, എന്റെ കയ്യില് ചൂല മോന്തക്കിട്ടൊരു കുത്തു വെച്ചിരുന്നു. കൂടി നിർത്തി പോലും. ഞാൻ എത്ര നാളായി ഇത് കേൾക്കുന്നു. ഇനി ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. മതി ഈ നാട്ടിലെ പൊറുതി. ടൗണിൽ നല്ലൊരു വീട് നോക്കാൻ ഞാൻ ആ ചന്ദ്രനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കൂട്ടുകെട്ട് വിട്ടാ നിങ്ങളുടെ കൂടി പകുതി കുറയും. അതിനൊക്കെ ഒരുപാട് വാടക കൊടുക്കണ്ടേ? വേണം, നല്ല അഡ്വാൻസും കൊടുക്കണം. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. പിന്നെ അതുപോലെ തന്നെ ഇനി നിങ്ങൾ കള്ളു കുടിച്ചോണ്ട് വന്നാ ഇന്നലത്തെ പോലെ ഓട്ടോയിൽ തന്നെ കിടക്കേണ്ടി വരും. അതിനിപ്പോ എന്താ, കള്ളു കുടിച്ചു വന്നാ പിന്നെ എവിടെ കിടന്നാലും സ്വർഗലോകമല്ലേ. ഈ നശിച്ച നാട്ടിലാണെങ്കിൽ ഓസിന് കള്ളു വാങ്ങിത്തരാൻ കുറെ കൂട്ടുകാരും അലപലാദികളും. രക്ഷയില്ല, ഈ റേഡിയോ ഇപ്പോഴൊന്നും പൂട്ടില്ല. എന്താ പെറുവിറുത്തപ്പ? ഒന്നും പെറുവിറുത്തല്ലേ, ഒന്ന് പൊറുക്കന്റെ ഭാര്യയെന്ന് പറഞ്ഞു. പൊറുക്കാനോ? ഇങ്ങനെ പോയ നിങ്ങളുടെ കൂടെ പൊറുക്കാൻ എനിക്ക് പറ്റില്ല. അലക്സും അവന്റെ പാർട്ടി മൂശാന്താടി എന്റെ കയ്യിൽ കിട്ടട്ടെ. മനസ്സിലായി. പാമ്പാണോ? പാവ സുരേഷൻ ഇനിയും വിളിക്കേണ്ടി വരുമോ? നീ ആയിരുന്നോ? നീ എന്താ ഒളിച്ചു നിൽക്കുന്നു? ഇങ്ങ വാ. വാസന്തിയെ കണ്ട് പേടിച്ചിരുന്നോ? കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കി. എന്താണ് അലക്സ, പാസ്പോർട്ട് കിട്ടിയാ? എവിടുന്ന്? ഓർത്തിട്ട് ഒരെത്ത പിടിയും കിട്ടുന്നില്ല. ഇനിയിപ്പോ ഗൾഫിൽ പോകാൻ എന്ത് ചെയ്യും? ഗൾഫിൽ പോയില്ലാലും വേണ്ടില്ല, വീട്ടിലോട്ട് പോകാൻ പറ്റിയാ മതിയായിരുന്നു. അവളെന്നെ വീട്ടിൽ കയറ്റുന്നില്ലടാ. അത് ഇവിടെയും ഏകദേശം അങ്ങനൊക്കെ തന്നെയാ. ഇന്നലെ ഈ ഓട്ടയായിരുന്നു എന്റെ ബെഡ്റൂം. എടാ മണി, ഇതിനെല്ലാം കാരണം നമ്മുടെ ഈ നശിച്ച വെള്ളവടിയാ. ഇനി ഞാനില്ല, ഞാൻ കൂടി നിർത്തി. ശരിയാടാ, ഞാനും കൂടി നിർത്തി. എന്നിട്ടാണ് ഇന്നലെ മിച്ചം വന്ന കുപ്പി വണ്ടിയിലിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആര് കൊണ്ടുവന്നു? നീ കൊണ്ടുവന്നത്. ഞാനാ? എടാ ഇന്നലെ രാത്രിയില്ലേ? നീ ചുമ്മാ കള്ളം പറയല്ലേ. നോക്കിക്കേ, അതെ കണ്ടോ? ഇത് ഞാൻ കൊണ്ടുവന്ന? അലക്സേ, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. കുറച്ച് ദിവസമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ആരോഗ്യവും കുടുംബത്തിന് സമാധാനവും പോകുന്നല്ലാതെ ഈ മദ്യപാനം കൊണ്ട് എന്താ ഒരു ഗുണം? എന്ത് ഗുണം? നശിച്ച ഈ കുടി കാരണം എന്റെ വാസന്തിക്ക് ഒരു സ്വസ്ഥതയും ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ പിശാചിനെ എന്നേക്കുമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവാ. വേണം നീ കൊണ്ടുപോകൂ. വേണ്ട, ഈ സാധനം എന്റെ ജീവിതം നശിപ്പിച്ചത്. എനിക്ക് വേണ്ട, എറിഞ്ഞു പൊട്ടിക്കണ പണിയത്. എറിഞ്ഞു പൊട്ടിക്കണോ? ഒരു കാര്യം ചെയ്യാം, എല്ലാരും കുപ്പി പൊട്ടിച്ചല്ലേ അടി തുടങ്ങുന്നത്. നമുക്ക് ഈ കുപ്പി തല്ലി പൊട്ടിച്ച് അടി നിർത്താം. ഓക്കെ? അയ്യോ, ഇതല്ലേ നിന്റെ പാസ്പോർട്ട്? അയ്യോ, എന്റെ പാസ്പോർട്ട് കിട്ടി. കിട്ടി, എന്റെ പാസ്പോർട്ട് ടിക്കറ്റ് കിട്ടി. സന്തോഷമല്ലോ. സന്തോഷമാണ്. ഇനി നിനക്ക് ഗൾഫിൽ പോകാലോ? എനിക്കൊരു ഗൾഫിൽ പോകാം, വീട്ടിലും പോകാം. എന്റെ മോനെ, ഞാൻ ഈ വിവരം അവളോടൊന്ന് പോയി പറയട്ടെ. ആരുമില്ല, ഒന്നുമില്ല. ഇനി ഇവിടെ നിനക്ക് ജീവിതത്തിൽ ഗൾഫിൽ പോകാൻ പറ്റില്ല. ആരുമില്ലടി, ഇത് ഞാൻ തന്നെ എന്നോട് വെറുതെ സംസാരിച്ചതാ. പാസ്പോർട്ട് ഇടയിൽ ഞാൻ തല്ലി പൊട്ടിക്കണ്ട. ഹലോ. മണി. എന്താ രായപ്പാ? എന്താ? എടാ, നമ്മുടെ ജയനെ. ജയൻ എന്ത് പറ്റി? അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാ. എന്താ കാരണം? കാരണമൊന്നും എനിക്കറിയത്തില്ല. നീ പെട്ടെന്ന് ജയന്റെ വീട്ടിലോട്ടൊന്ന് പോവാ. ശരി ശരി, ഞാൻ താ വരുന്നു. വാസൻ വേണ്ട, അവളോട് പറഞ്ഞ പോക്ക് നടക്കേല. എന്താ പറ്റിയത്? കാര്യം എന്തോന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവന്റെ ഭാര്യ രാവിലെ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൻ ആശുപത്രിയിലാണെന്ന്. അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ഇവൻ ഇന്നലെ രാത്രി ഉറക്കഗുളിക കഴിച്ചെന്ന്, മരിക്കാൻ വേണ്ടിയിട്ട്. ഇവനെന്താ ഇപ്പൊ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യം?
ആർക്കറിയാം? ആ മിനിയുടെ കാര്യമോ കഷ്ടം. കയ്യിൽ 5 പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവനീ പണി കാണിച്ചത്. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ ഒപ്പിച്ച് ആശുപത്രിയിൽ ബില്ലടച്ചത്. മിനി ചെറുതായിട്ടൊന്ന് ഇടഞ്ഞിരിക്കുക. ജയ, ഛേ, നീ എന്തായി കാണിച്ച്? എടാ ഞങ്ങളൊക്കെ വിടില്ലേ? ഓ വന്നല്ലോ കൂട്ടുകാര്. എന്ത് കാണിച്ചെന്നാ? ഡെയിലി രാത്രി ആടിയാടി വരുന്നത് നിങ്ങളുടെ അടുത്തുനിന്നല്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ അറിയാം, കുടുംബവും നോക്കും. ഇങ്ങേർക്കത് അറിയില്ല. അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാനും. ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് എവിടുന്നെങ്കിലും ഒരു ലോൺ ഒപ്പിച്ച് എനിക്ക് എന്റെ അച്ഛൻ തന്ന 6 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട് വെക്കണമെന്നൊക്കെ വിചാരിച്ചതാ. അപ്പോഴോ അങ്ങേരുടെ ഒരു ബേക്കറി ഭ്രാന്ത്. അതിനു വേണ്ടി ആ സ്ഥലം വിറ്റു. സ്ഥലം വിറ്റെന്നോ? ആ അങ്ങോട്ട് ചോദിക്കൂ. മിണ്ടില്ല. എങ്ങനെ മിണ്ടും? എല്ലാം കൂടെ തൊലച്ചിട്ടിരിക്കുകയല്ലേ. അതും പോരാനിട്ടാ ഈ കടുകൈ കാണിച്ചത്. ഞാനും പിള്ളേർ ഇവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഈ അവസരം ഇനി ഒന്നും പറയണ്ട. അല്ല, ഇവനാ പൈസ എന്ത് ചെയ്ത്? ഞാനൊരു 100 പ്രാവശ്യം ചോദിച്ചതാ. എന്നിട്ട് അങ്ങേർക്ക് ഒരു ഓർമ്മയില്ല. അതെങ്ങനെ 24 മണിക്കൂറും കള്ളല്ലേ? വർക്ക്ഷോപ്പിലെ രാജു ഇവിടെ ഒന്ന് പറഞ്ഞു. അവിടെ കാണിച്ച പ്രകടനങ്ങള്. സ്പീഡില്ലാത്തൊരു വണ്ടിയും കൊണ്ടുവരും. എന്താ പെണ്ണ ഒരു സ്പീഡ് കുറവ്? പറഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ട്. മാറിപ്പോടാ. ആ നമ്മുടെ വണ്ടിയുടെ മുമ്പ് തന്നെ കേറി വരണം. ഞാൻ ഈ ലോട്ടറി ഒന്ന് വിക്കട്ടാ. വേണ്ട, അണ്ണന്റെ ലോട്ടറി മൊത്തം ഞാൻ മേടിച്ചിരിക്കും. കാശ് മൊത്തം ഞാൻ എടുത്തിരിക്കാം. എടാ വണ്ടി സ്പീഡ് വിട്ടോ, ഞാൻ ഇതിന്റെ കൂടെ ഓടാൻ പോകും. വിട്ടോ വണ്ടി വിട് ഓട്ടുകാരൻ്റെ. ചേട്ടാ എന്റെ കാക്കി ഇങ്ങതാ. നോ 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 നോ, അവൻ വണ്ടി ഓടിക്കയില്ലേ, അപ്പൊ അവനാണ് കാക്കിടേണ്ടേ. ഇല്ലേ പോലീസ് പിടിക്കും. നീ കാക്കിയുടെ വില കളയല്ലടാ. ടിക്കറ്റ് ബാക്കി കൂടെ ഇരിക്കട്ടെ. എല്ലാരും എടുക്ക, എല്ലാരും വാങ്ങ. ആ ടിക്കറ്റ് വേണോ? ടിക്കറ്റ് വേണോ? ഇന്നാണ് ആ ഭാഗ്യ ദിവസം. ഭാഗ്യ ദിവസമല്ല, ഇന്ന് ഭാഗ്യം കെട്ട ദിവസമാ. എന്ത്? ഒന്ന് ഇറങ്ങി പോ ചേട്ടാ, എനിക്ക് വണ്ടി തന്നാ കൊള്ളാണെന്ന്. എടാ രായു, ആദ്യം നീ നന്നാവ, എങ്കിലേ നീ നന്നാക്കുന്ന ഓട്ടോ നന്നാവും. ഓട്ടോ നന്നായി ഈ നിൽക്കുന്ന ഓട്ടോക്കാരൻ നന്നാവും. അങ്ങനെ വന്നാൽ യാത്രക്കാരൻ നന്നാവും. യാത്രക്കാരൻ നന്നായാൽ ഈ ജില്ല തന്നെ നന്നാവും. ജില്ല നന്നായ സംസ്ഥാനം നന്നാവും. സംസ്ഥാനം നന്നായ ഇന്ത്യ മൊത്തം നന്നാവും. അങ്ങനെ ഇന്ത്യ നന്നാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാൻ ഇവിടെ നടത്തുന്നത്. ഹലോ പ്രിയപ്പെട്ട നാട്ടുകാരുടെ സുഹൃത്തുക്കളെ, ഇന്ത്യ നന്നാക്കാൻ വേണ്ടിയുള്ള ഈ ഉദ്യമത്തിൽ എല്ലാവരും പങ്കാളികളാവുക. ഇതൊത്തം വിജയിപ്പിക്കുക. ഹലോ ഹലോ, ആർക്കും വേണ്ട ടിക്കറ്റ്? ആർക്കും അണ്ണ ഓടല്. നീ അയാളെ വിടണം, അയാളെ പണിക്ക് പോടാ. നിനക്ക് നെഞ്ചത്ത് ഞാൻ ഉണ്ടല്ലോ. നിന്റെ ഉള്ളാസ് കള്ള് ഞാൻ പിടിച്ച് കുടിച്ച് പോയില്ലേ? ഇന്നത്തെ ഡേറ്റ് നിനക്ക് തന്നേക്കുന്നത് ഞാൻ അടിമ. അങ്ങനെ വേണം. പൈസ അടയ്ക്കാൻ ഒറ്റ കാര്യങ്ങളുണ്ട് വിട്ടോ. നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് കള്ള് മേടിച്ചു കുടിക്കുന്നു അയാളോട് നമുക്ക് ആത്മാർത്ഥത. ആത്മാർത്ഥത രായുനാണ്. എടാ രായു, നിനക്കുണ്ടോടാ ആത്മാർത്ഥത? കള്ള ഞാൻ വാങ്ങിച്ചു തരും. അതൊന്നും വേണ്ടണ്ണ, എനിക്കിനെ പണി തീർത്താ മതി. നിന്റെ പണി ഞാൻ ഇപ്പൊ തീർക്കും. രായപ്പണ്ണ വിട്. ഓട്ടോയുടെ മുന്നിൽ ചാടാതെ പോടാ. പേടിച്ച് പന്തം നേരെ അടിക്കാടാ. പിടിച്ചു മാറ്റടാ. അടിച്ചോണ്ടല്ലോ. നോക്കടാ. വേണ്ടടാ, എടാ ഞാനൊന്ന് ലക്ഷാധിപതിയാ. എല്ലാവരും ചുരും. മണി വന്നു. എവിടുന്നോ കുറച്ച് കാശ് കിട്ടി, അതിന്റെ അഹങ്കാരമായി കാണിക്കുന്നത്. നീ ഓട്ടോ മേടിച്ചു കാക്കിയൊക്കെ? അവന് വീട് പോടാ പോ. ആത്മാർത്ഥയില്ലെന്ന് എന്താണ് ഇത്? ഇഷ്ടമുള്ള കാശ് കള്ളു പിടിച്ച വയറ്റിൽ കിടക്കണം. നീ എന്നെ കണ്ടുപിടിച്ച് എത്ര അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് സ്റ്റഡി ആയിട്ട് നിക്കാൻ പഠിക്കണം. സ്റ്റഡിയായ പോരാ, ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത വേണം. കള്ളുപിടിച്ച ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിന് നീ വാക്കുക. ഞാൻ 1 അല്ല 10 വാക്ക് തരാം. ഇന്നത്തെ ഫുള്ളി അല്ലവേ എന്റേതോ.
ആ, വേണ്ട. ആയിക്കോട്ടെ ആയിക്കോട്ടെ പൈസ മണി വേണ്ട ഇന്ന് അവനൊരു ചെലവ് ചെയ്ത ഞാൻ ഈ പരുവത്തിലായത്. എന്നാലും അവൻ എനിക്ക് ചെലവേണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പൊ അവന് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ ആഗ്രഹിച്ചെല്ലാം നടപ്പാക്കുന്ന ദിവസം. നടപ്പാക്കിക്കോ നടപ്പാക്കിക്കോ. പക്ഷേ എനിക്ക് അങ്ങോട്ട് 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 നടക്കാൻ പറ്റുന്നില്ല. എടാ അതിനൊരു ഓട്ടോ എന്താ ആരാ പറഞ്ഞിട്ട്? എടാ എന്റെ ഓട്ടോയിലേ കിടക്കുന്നു, നമുക്ക് അതിലങ്ങോട്ട് പോവാലോ. പക്ഷേ ആത്മാർത്ഥത വേണം. ആത്മാർത്ഥതയാണ്. ആട്ടോ ഓടിക്കുമ്പം ആത്മാർത്ഥത, കള്ളു കുടിക്കുമ്പം ആത്മാർത്ഥത, ആത്മാർത്ഥത നിങ്ങൾ നേരെ ചെയ്ത് നടക്ക്. എന്നെ പിടി എന്നെ പിടി. ശരിയായിട്ട് നടക്കടാ. ചേട്ടാന്റെ കാക്കി അവന്മാര് കാക്കി കൊടുത്തിട്ട് പോണേ. അതാ സഞ്ജി ഇവിടെ മറന്നു വെച്ചിട്ട് പോയാ കള്ള ഓടിച്ച ഒരു ബോധമല്ലോ ഇവന്മാർക്ക്. ചേട്ടാ ചേട്ടാ വണ്ടി നിർത്ത് വണ്ടി നിർത്ത്. ആ കാക്കി പോലെ സഞ്ജി ഇരിക്കണേ. സഞ്ജിയുണ്ട് സഞ്ജി സഞ്ജി നിങ്ങൾ മറന്നു വെച്ചിട്ട് പോയ ചായ കുടിക്കാനങ്ങ് വന്നാടാ. പട്ടി വരും. ആ സഞ്ജിയായിട്ട് ആർക്കറിയാം. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മറന്നു വെച്ചിട്ട് പോണ സ്വഭാവം ഇവർക്ക് സ്ഥിരമുള്ളതാന്ന്. മനുഷ്യരെ മെനക്കെടുത്താൻ വേണ്ടി എന്തൊരടിയാ ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. തീരുമ്പോ രാത്രിയാവും. പിന്നെ ഒരുത്തനും ബോധം കാണും. പിന്നെ മോശം. അന്ന് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പോയ പോക്ക വന്നു കയറിയത് രാത്രി 12 മണിക്കും. കാശിനെ കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും ഒട്ടും പറഞ്ഞതുമില്ല. പറയാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലല്ലോ. 1-2 രൂപയാണോ 10 ലക്ഷം രൂപയാ കൊണ്ട് കളഞ്ഞത്. മണി അന്നേരം ഇവനെ കൊണ്ട് നിന്റെ ഓട്ടോറിക്ഷയില്ലോ നമ്മൾ പോയത്. അപ്പോഴിവന്റെ കയ്യിൽ എത്രയും പൈസ ഉണ്ടായിരുന്നു? ഞാനും അത് ഓർക്കുന്നില്ലടാ. ജയ നീ ശരിക്കും ഓർന്നു നോക്കേ, എവിടെ വെച്ചാ കാശ് പോയത്? ഞാനിന്ന് കാശുമായിട്ട് വന്നത്, അത് ഉറപ്പാ. രാജപ്പനെ കാണുന്നതോടെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ഞാനും ഇവനും കൂടെ സോമന്റെ ഓട്ടോയിൽ സൈനുവിന്റെ കടയിൽ വന്നു. ആ അവിടുന്ന് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ എന്റെ ഓട്ടോയിലല്ലേ പോയത്. അതിനിടയ്ക്ക് എവിടെ പോവാൻ? എന്നാ ഒന്നുകിൽ സോമന്റെ ഓട്ടോയിൽ കാണും, അല്ലെങ്കിൽ നിന്റെ ഓട്ടോയിൽ കാണും. അതെ അതെ. നീ എങ്ങനെയാ കാശ് കൊണ്ടുവന്നത്? ഒരു സഞ്ചിയില, ഒരു മഞ്ഞ കളർ തുണിസഞ്ചി. മഞ്ഞ കളർ തുണിസഞ്ചി ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷേ ഓട്ടോയിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ? ആലോചിക്കേ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്റെ ഓട്ടോയിൽ പോയി മിനി ധൈര്യമായിട്ടിരിക്കും, അത് കിട്ടും. മിനി വാ നമുക്കൊന്ന് പോയി നോക്കിട്ട്. നീ ഇവിടെ അല്ല ഞാനും വരുന്നു. നീ വരുന്നു. അത് ഓട്ടോയ്ക്കകത്ത് തന്നെ കാണുന്നു. പിന്നെ ആ കാശ് ഇവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. അത് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. ചുമ്മാ അവിടെ ആദ്യം കാശ് ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയട്ടെ, അത് കഴിഞ്ഞിട്ട് ചാകുന്ന കാര്യം ആലോചിക്കാം. നീ എന്റെ ഓട്ടോ കയറിയപ്പോ നിന്റെ ആ സഞ്ചി ഉണ്ടായിരുന്നു ഉറപ്പാണോ? അങ്ങനെ തന്നെ എന്റെ വിശ്വാസം. എന്നാ പിന്നെ സമാധാനായിട്ടിരിക്കുക. ഒന്ന് ശരിക്കും മുഴുവൻ സ്ഥലം നോക്കൂ, വിശദമായിട്ടൊന്ന് തപ്പിയാലേ. ഇതാണോടാ? ഇതല്ല, ഒരു തുണി സഞ്ചിയാ. എന്ത് ചെയ്യും? സമാധാനപ്പെടും, ഇനി കിട്ടും. അവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ തന്നെ കാണണേ. വാസന്തി, ഡി വാസന്തി. വാസന്തിയോട് ചോദിക്കട്ടെ. വെച്ചിട്ടുണ്ടാവും, ചോദിച്ചു നോക്കാം. ഡി എന്താ മണിയേട്ടാ, എന്താ എല്ലാവരും കൂടെ? നിനക്കേ നമ്മുടെ ഓട്ടോയിൽ നിന്നൊരു സഞ്ചി കിട്ടിയായിരുന്നോ? സഞ്ചിയോ? ഏത് സഞ്ചി? മഞ്ഞ കളറല്ലായിരുന്നോടാ? ആ മഞ്ഞ നിറത്തുള്ള തുണിസഞ്ചി. ആ മഞ്ഞ തുണിസഞ്ചി. അത് എവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. മഞ്ഞ കളർ സഞ്ചിയല്ലേ? അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ വെച്ചിട്ടുണ്ടോ? സമാധാനമായല്ലോ. ഞാൻ പറഞ്ഞില്ലടാ, എന്റെ ഓട്ടോ വെച്ച് പറഞ്ഞ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പഴാ സമാധാനമായത്. എന്റെ അച്ഛനമ്മേ, ഞാനൊരു ചുറ്റുവിളക്ക് കത്തിച്ചേക്കാമേ. കൊണ്ടുപോവാ. ഇത് തന്നെ ഇത് തന്നെ. നീ ചാവൂലല്ലോ. നോക്കിയേ, നോക്ക്. ഇതില് കാശില്ല. നീ ഇതിനകത്ത് തന്നെയാണോ വെച്ചത്? ആണെന്ന് എനിക്ക് ഉറപ്പാ. ഈ സമയത്ത് നീ കൂടെ അവന്റെ നെഞ്ചത്ത് കയറാം. പണി എന്റെ കാശ് പോയി, ഞാൻ മരിക്കും. ഇനി ജീവിച്ചിരിക്കും. സമാധാനായിട്ടിരിക്കും. ഞാൻ പോരാ.
രായപ്പണ്ണ, എടാ, അവൻ പോയി നോക്കിയിട്ട് വരട്ടെ. ഈ ജന്മം മുഴുവൻ അധ്വാനിച്ച എനിക്ക് കാശുണ്ടാക്കാൻ പറ്റും. എനിക്ക് മരിച്ചാ മതി. എനിക്ക് ജീവിക്കണ്ട. നീ ഇങ്ങനെ മറിക്കേ. എടാ ചുമ്മാ ഇരടേ, എന്തോടാ ഈ വായത്തൊന്നൊക്കെ വിളിച്ചു പറയുന്നത്? രായപ്പണ്ണ, എന്റെ കാശ് ഞാനിത് എവിടെ നിന്ന് കിട്ടൂടാ, കിട്ടും. നീ ഒന്ന് സമാധാനപ്പെട്, കിട്ടും. നീ കൊടുക്കണം കരയാതെ പരിഹാരം ഉണ്ടാക്കാം. ജീവിക്കണ്ട. എന്റെ കൃഷ്ണ, കൊഴപ്പാവോ? പിടിക്കപ്പെടുവോ? ഡേ, എന്താ ആ കാശ് എന്തിയടി? കാശോ? ഏത് കാശ്? ആ സഞ്ചിയിലുണ്ടായിരുന്ന കാശ് എവിടെയെന്ന് എനിക്കറിയില്ല. നീ കുറച്ചു ദിവസമായിട്ട് വാരി എറിഞ്ഞോണ്ടിരുന്ന കാശ് എവിടുന്നാന്ന് എനിക്ക് മനസ്സിലായിടി. എടുക്കടി ആ കാശ്. ഡി, കാശെടുക്കാൻ. ഓ, അപ്പൊ പുഴുങ്ങാൻ വെച്ചിരിക്കുകയായിരുന്നല്ലേ? നാണം ഇല്ലല്ലോടി നിനക്ക്. മണിയേട്ടാ, ഈ കാശ് തിരിച്ചു കൊടുക്കാൻ പോവാണോ? പിന്നെ കൊടുക്കണ്ടേ? ഈ കാശ് ജയന്റെ കൊടുത്താ അവൻ കള്ളു കുടിച്ച് വീണ്ടും എല്ലായിടത്തും കൊണ്ട് കളയും. ഇതിപ്പോ ദയവായിട്ടാ നമ്മുടെ കൈ കൊണ്ട് തന്നത്. എടി വാസന്തി, ഇതൊരിക്കലും നമ്മുടെ കാശല്ല. ഈ കാശിന്റെ പേരിൽ ജയനും കുടുംബം ആത്മഹത്യ ചെയ്താ പിന്നെ ഈ ജീവിതത്തിൽ നമുക്ക് മനസ്സമാധാനം കിട്ടുമോ? എടി, നമുക്ക് എന്തിനാ അന്യന്റെ പണം? എനിക്ക് നീയും നിനക്ക് ഞാനും. നമുക്കുള്ള എന്തായാലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കും. നീ വാ, നമുക്കിതവന് കൊടുക്കാം. വാടി. എടാ, ഒന്ന് സമാധാനപ്പെടാ. എടാ, ആ. ദാ, നിന്റെ പണം. കാശ് ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. ആരുടെയാണെന്ന് അറിയാത്തോണ്ട് വാസന്തി എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എവിടെ? വാസന്തി എവിടെ? വാസന്തി, ഒന്നിങ്ങി വന്നേ. വാസന്തി, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട്. ഒരു 100 പുണ്യം കിട്ടും വാസന്തി. നീ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ഞങ്ങളുടെ ജീവിതം കൂടിയാ. പിന്നെ ഒരത്യാവശ്യം വന്നപ്പോ ഞാൻ അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്തായിരുന്നു. അതിന് പകരമായിട്ട് ഈ വള, ഇത് വേണ്ട വേണ്ട വാസന്തി. അങ്ങനല്ല മിനി, അതാണ് അതിന്റെ ശരി. നിങ്ങളത് മേടിച്ചോ. വേണ്ട മണി, ഇത് എന്നെ തിരിച്ചു കിട്ടിയത് വാസന്തിയുടെ നല്ല മനസ്സുണ്ടല്ലേ. ഇപ്പൊ സന്തോഷമായില്ലേ? എന്നാ പിന്നെ വീട്ടിലോട്ട് ചെല്ലേ. വീട്ടിലോട്ട് ചെല്ലാനോ? പൈസ തിരിച്ചു കിട്ടിയ ദിവസമല്ലേ, നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? ഓക്കെ. നിക്ക്. ഇതിനൊക്കെ കാരണം നിങ്ങളുടെ കള്ളു കുടിയാ. എനിക്ക് സത്യം ചെയ്തതാ, ഇനി നിങ്ങൾ കള്ളു കുടിക്കില്ലാന്ന്. അല്ലടി, അത് രായപ്പൻ. സത്യം ചെയ്തതാ ഞാൻ. ചെയ്തു ചെയ്തു. ഇല്ലടി, ഞാൻ എന്നെ കുടിക്കില്ല. സത്യം. ഹലോ ഹലോ ഹലോ, ഈ കെട്ടിപ്പടുത്തൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ട് മതി. ചെല്ലു ചെല്ലു. ഏപ്പാ, നീ കൂടെ പോകും. പോകും ഞാൻ. ആ, കാരണം വീട് വരെ ഇവര് കെട്ടിപ്പിടിക്കാതെ ഞാൻ നോക്കിക്കോളാം. വാ. വാ, ഇങ്ങോട്ട്. പോട്ടെ വാസന്തി. ആ, ഫ്രണ്ടിൽ പോ. നീ ബാക്കി വാ. ഇത് കാത്തു. അവരുടെ സന്തോഷം കണ്ടില്ലേടി? നമ്മളെ കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹലോ, കാശ് ബദൽ വിഷമുണ്ടോ? ഇല്ല മണിയേട്ടാ, ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ആ കാശ് ഇവിടെ വെച്ചപ്പോ തുടങ്ങിയ ടെൻഷനില് ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. ആ, അതിവിടുന്ന് പോയപ്പോഴാ എനിക്ക് തലയ്ക്കൊരു വെളിവായത്. നമ്മക്കൊന്നേം തുടങ്ങാടി ഭാര്യയെ. ദാ, ഈ കാലി പോക്കറ്റിൽ നിന്ന് 1ാം സമ്മാനം അടിച്ച ലോട്ടറിയുടെ നമ്പരാ. ചിലപ്പോൾ ഞാനടുത്ത ലോട്ടറിക്കായിരിക്കും. അങ്ങനെയാണ് കാശ് വിധിച്ചിരിക്കുന്നത് എൻ്റെ അളിയൻ ശിവനാ. അതവൻ എടുത്തോട്ടെ. നീ വാ. ഹലോ മച്ചു. ഇതാരാ? ശിവൻ. അളിയാ ശിവ? അളിയൻ ശിവൻ. നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ കിടന്ന പഴയ അളിയൻ ശിവനല്ല, ഇത് പുതിയ ശിവൻ. അയ്യോ, ഇനി എനിക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. എനിക്ക് കാശായി, ജീവിക്കാനുള്ള വകുപ്പായി. ഇനി
നിങ്ങളുടെ വീടിന്റെ പടി ഈ ശിവൻ ചവിട്ടില്ല. കാരണം നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ കാശിനിക്കൊരു പ്രശ്നമല്ല. ആ, എടി വാസന്തി, അപ്പൊ ഒരു സംശയമില്ല, ഒന്നാം സമ്മാനം അടിച്ച എന്റെ ലോട്ടറിക്ക് തന്നെയാ. ആ കാശിന്റെ തിളപ്പായത്. അളിയാ, അത് മുഴുവൻ കൊണ്ടുവല്ലേ, പകുതി കാശെങ്കിലും ഞങ്ങൾക്കിതാ. അത് കൊള്ളാം. ബാങ്കിൽ നിന്ന് ഓട്ടോറിക്ഷ എടുക്കാൻ വേണ്ടി ആകെ പാസ്സായത് 1.5 ലക്ഷം രൂപയാ. ഇനി അതിൽ നിന്നും പകുതി അളിയന് വേണോ? അളിയാ പറ്റില്ല അളിയാ, ഞാൻ പോട്ടെ. കൊള്ളാം. ആ പിന്നെ കഴിഞ്ഞ ദിവസം അളിയന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് കാശ് എടുത്തായിരുന്നു, ഒരു 850 രൂപ, പിന്നെ ഒരു മുഷിഞ്ഞ ലോട്ടറി ടിക്കറ്റും. എന്നാ പിടിച്ചോ ആ ടിക്കറ്റ്. ഇനി അളിയാ പുളിയാന്നൊന്നും പറഞ്ഞ് എന്റെ പുറകെ വന്നേക്കരുത്. പോട്ടെ അളിയ. ഗുഡ് ബൈ. ഗുഡ് ബൈ. നീ ഇത് പിടിച്ചേ. അയ്യോ, നീ വാസന്തി അടിച്ചടി. അടിച്ചോ? അയ്യോ എടി, അയ്യോ, ഞാൻ എടുത്ത ലോട്ടറിക്ക് 1ാം സമ്മാനം 1 കോടി രൂപ. ഞാൻ കേട്ടു. ലോട്ടറി അടിച്ചല്ലേ, എന്നെ കൈവിടരുത്, ഞാനിവിടെ നിന്നോളാം. പറ്റില്ല, അങ്ങനെ പറയരുത്. ഒന്ന് പറയാച്ചി. നഷ്ടപ്പെട്ട ടിക്കറ്റ് ഇവനല്ലേ കൊണ്ടുവന്നത്. നിന്നോട്ടെ മണിയേട്ടാ. പറ്റില്ല, ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോണം. എന്നിട്ട് ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ മേടിച്ചിട്ട് പോയി ഒരു ഓട്ടോയും വാങ്ങി ഇങ്ങോട്ട് വാ. നാളെ മുതൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്റ്റാൻഡിൽ കിടന്നു ഓടുന്നു. അയ്യേ, ഈ 1 കോടി രൂപയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്തിനാ ഈ ചക്കട ഓട്ടോറിക്ഷ ഓടിക്കണത്? ഓ എടാ, ദൈവം നമ്മളെയൊക്കെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കാനാ. എല്ലാ ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. അറിയാവുന്ന പണി ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഈ കാശ് അങ്ങേര് തന്നെ അങ്ങ് തിരിച്ചെടുക്കും. അതുകൊണ്ട് ദൈവം തന്ന പണി ഞാൻ ചെയ്യുന്നു, നിനക്ക് തന്ന പണി നീയും ചെയ്യുന്നു. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ചെസ് കളിച്ചോട്ടെ. അളിയാ, മണിയുണ്ടേൽ മറിയില്ല ഭൂലോകം. മണി മാറ്റേഴ്സ്, മണി മാറ്റേഴ്സ്.